കേരളത്തിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സമയങ്ങളിലൊന്നാണ് മകരജ്യോതി മകരവിളക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ്, കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് കഴിഞ്ഞ 70 വർഷമായി മകരവിളക്കും മകരജ്യോതിയും തമ്മിലുള്ള വ്യത്യാസം മറച്ചു വെക്കുകയാണ്. അതായത് എന്താ സിമ്പിളാണ് സംഭവം, അന്താരാഷ്ട്ര സീക്രട്ട്. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. മകരവിളക്ക് എന്ന് പറയുന്നത് അവിടെ കത്തിക്കുന്ന ഒരു മാനുവലി കത്തിക്കുന്ന വിളക്കും, മകരജ്യോതി എന്ന് പറയുന്നത് ആകാശത്ത് തെളിയുന്ന ദീപവും. ആ ദീപം അവരെപ്പോഴും ഉണ്ട് അല്ല, അതായത് അത് ഈ സൂര്യൻ ഉദിക്കില്ലേ, അതേപോലെയാണ് നക്ഷത്രങ്ങൾ ഉദിക്കും, ഒരു സമയം ഉണ്ടാവും. ഈ സിറിയസ് ബി എന്നാണ് ഈ നക്ഷത്രത്തിന്റെ പേര്. ഈ നക്ഷത്രം ഉദിക്കുന്നത് ഏകദേശം, അതായത് ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്നല്ല, അങ്ങേക്ക് കാണാം. ഇതാണ് മകരജ്യോതി, ഇതാണ് മകരവിളക്ക്. 6:46 സമയത്ത് ഏകദേശം ആകാശത്ത് ഉദിക്കുന്നൊരു നക്ഷത്രമാണ് മകരജ്യോതി. മകരവിളക്കെന്ന് പറഞ്ഞാൽ അവിടെ പൊന്നമ്പലമേട്ടിൽ ആദിവാസികളായ മലയരയന്മാർ 3 തവണ ദീപാരാധന ഒഴിയും. ഇത്രയേ ഉള്ളൂ. അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഫോറസ്റ്റുകാരുടെ അല്ല, ഇവര് 900 വർഷം ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് 1950s ഈ സ്ഥലം വനം ഡിപ്പാർട്ട്മെന്റും KSEB അടക്കമുള്ള ഒരു കയ്യേറി ഈ പാവപ്പെട്ട ആദിവാസികളെ പുറത്താക്കി, മലയരന്മാരെ പുറത്താക്കി. എന്നിട്ടാണ് പോലീസ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ചാക്കിട്ട് കത്തിക്കൽ കാണിക്കുന്നത്. എത്ര സിമ്പിളാണ്. ഇതിൽ 2 പക്ഷം ഉണ്ടായിരുന്നു. നിരീശ്വരവാദികൾ പറയും ഇത് മുഴുവൻ തട്ടിപ്പാണ്, ഈശ്വരവിശ്വാസികൾ പറയും ഇത് നിങ്ങൾ ചോദ്യം ചെയ്യരുതെന്ന്. ഞാൻ പറഞ്ഞു ഇത് യാതൊരു പ്രശ്നവുമില്ല. ഈ മകരജ്യോതിയാണ് നമ്മൾ ദൈവീക സാന്നിധ്യമായി കാണുന്നത്. മകരവിളക്ക് ഈ ആദിവാസികൾ ചെയ്തിരുന്നൊരു പൂജയാണ്. ഹൈക്കോടതിയിൽ എൻ്റെ കേസ് പെൻഡിങ് ആണ് മലയരന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ. പക്ഷേ കേരള ഗവൺമെൻറ് ഔദ്യോഗികമായി മകരജ്യോതി മകരവിളക്കുള്ള വ്യത്യാസം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരോടും കള്ളം പറയുന്നു എന്നുള്ളതാണ്. എല്ലാവരോടും മത്സരിച്ച് കള്ളം പറയും. ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ വീണ്ടും അയ്യപ്പനുമായിട്ടുള്ള ബന്ധം ഞാൻ ചോദിക്കാൻ കാരണം കുടുംബപരമായിട്ടൊരു ബന്ധമില്ല. അയ്യപ്പന്റെ ശബരിമല, എൻ്റെ അമ്മയുടെ അച്ഛൻ ആണ് കണ്ഠരര് മഹേശ്വർ. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കാലം തന്ത്രിയായിരുന്ന വ്യക്തിയാണ് മുത്തശ്ശൻ. മുത്തശ്ശനാണ് അവിടുത്തെ ഒരുപാട്, അതായത് അച്ഛൻ വഴിയുള്ള ബന്ധമായിരുന്നെങ്കിൽ ഇപ്പൊ തന്ത്രിയാവേണ്ട ആളാണ്. അതെ, അച്ഛൻ വഴി ഇപ്പൊ നമ്മൾ മക്കത്തായമാണ് പിന്തുടരുന്നത്. അമ്മ വഴി ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയ പ്രായത്തിൽ കൂടുതൽ പഠിക്കുന്ന വേദാന്തമാണ്, ഫിലോസഫി. ഇപ്പം തന്ത്രിയാണുള്ളവർ പഠിക്കുന്നത് പൂജ, മീമാംസ പോലുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ അതിൻ്റെ വേദാന്തം, ഫിലോസഫി, ഉപനിഷത്ത് പഠിക്കും. അവർ കൂടുതൽ പഠിക്കുന്നത് പൂജ, ആചാരങ്ങൾ, റിച്വൽസ് ആണ് അവർ പഠിക്കുന്നത്. അപ്പം അയ്യപ്പൻ്റെ കാര്യത്തിലാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കാര്യം എന്തിനാണ് ഈ വിവാദ വിഷയങ്ങളിൽ തുടർന്നത്? മകരജ്യോതി മകരവിളക്കും അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇത് സിമ്പിളായൊരു സത്യമാണ്. ഈ സിമ്പിളായ സത്യം ഓർക്കുക. നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരും ഈശ്വരവിശ്വാസികളായ കോൺഗ്രസ്സുകാരും ആരും, നമ്മുടെ മുഖ്യമന്ത്രിമാരായ EMS ഉണ്ടായിരുന്നു, കരുണാകരൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ ഭാഗത്തെയും മഹാന്മാരുണ്ടായിരുന്നു. ഇവരാരും തൊട്ടിട്ടില്ല ഈ വിഷയം. കാര്യം എന്തുകൊണ്ടാണ്? കൺവീനിയൻറ്റ് കള്ളങ്ങൾ പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം. ഇൻകൺവീനിയൻ്റായ ട്രൂത്ത്സ് പറയുന്നവരെ പല ആൾക്കാർക്കും ഇഷ്ടമല്ല. ഈ കൺവീനിയൻ്റായ കള്ളങ്ങളെക്കാൾ എന്നും ഇൻകൺവീനിയൻ്റായ ട്രൂത്ത് പറയണമെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്. ഇത് സിമ്പിളായി ഞാൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ്. അതായത് ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം, ഇതാണ് അതിൻ്റെ ബാലൻസ്.